ഹലോ കടികളെ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കോഴിക്കോടൻ സ്റ്റൈൽ ചിക്കൻ ബിരിയാണി ആട്ടാ. കോഴിക്കോട്ടുകാർ ഉണ്ടാക്കുന്ന ഒരു ബിരിയാണി ഉണ്ടല്ലോ, ഈ വളയിട്ട ബിരിയാണി എന്ന് പറയുന്നത്, അതൊരു വേറെ ലെവലാണ്. ബിരിയാണി ഉണ്ടാക്കുന്നത് സോഫിത്താണ് കേട്ടാ. കോഴിക്കോട്ടുകാരെ ഫുഡ് പറയേണ്ട ആവശ്യമില്ലല്ലോ, വേറെ റേഞ്ച് ഫുഡാണ്. പരിപാടി തുടങ്ങാൻ പോവാണ് കേട്ടാ. വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആദ്യം ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. കുറച്ച് മസാലകൾ കുറച്ചായിട്ട് മതി ചിക്കനിൽ. ചില്ലി പൗഡർ, അതേപോലെ സാൾട്ട്, പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി, പിന്നെ കേട് ഉണ്ടെങ്കിൽ ബെറ്ററാണ്. കേട് കുറച്ചൊന്ന് മിക്സ് ചെയ്തിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കണം ആദ്യം. ഇവരൊരു സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഗാർലിക് ഉണ്ടല്ലോ, വെളുത്തുള്ളി ഇങ്ങനെ ചതച്ചിടുന്നതാണ് ഇവരൊരു സ്റ്റൈൽ. ഒനിയൻ, ടൊമാറ്റോ, ഗ്രീൻ ചില്ലി, ഗാർലിക്, ഇതൊക്കെ കുക്കറിലിട്ടിട്ട് ഇവരിത് ബോയിൽ ചെയ്യാണ്. ഈ ബിരിയാണി അങ്ങനെയാണ്, ബോയിൽ ചെയ്ത് ഫസ്റ്റ് മസാല എടുക്കുകയാണ് ഇവർ. കോഴിക്കോടൊക്കെ ഇവർ വീട്ടിലുണ്ടാക്കുന്ന ബിരിയാണി ഉണ്ടല്ലോ, പെട്ടെന്ന് റെഡിയാവും. പരിപാടി പെട്ടെന്ന് അങ്ങോട്ട് തീരും. കുക്കറിൽ ഇതെല്ലാം ബോയിൽ ചെയ്യണമല്ലോ. ഇതിലേക്ക് ഇടേണ്ടത് ഉപ്പ്, മഞ്ഞൾപ്പൊടി, ഇത് രണ്ടും മാത്രം ഇട്ടിട്ട് ഇതിനെ ബോയിൽ ചെയ്യാം. ഒനിയൻ കുറച്ച് സെപ്പറേറ്റ് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി വെക്കണം. കോഴിക്കോടുകാർക്ക് ബിരിയാണി എന്ന് പറഞ്ഞ പ്രാന്ത. അവർക്ക് ഇടയ്ക്കിടയ്ക്ക് വീട്ടിൽ അവർ ബിരിയാണി ഉണ്ടാക്കും. നമ്മുടെ തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ അതൊരു വേറൊരു ലൈനാണ്. തൃശ്ശൂരുകാർക്ക് അറിയാമല്ലോ, ഫിഷ് ഫ്രൈ, ഫിഷ് കറി, റൈസ്, ആ ഒരു വൈബാണ്. ബിരിയാണിക്കുള്ള